ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ കേരള ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരോടൊപ്പമാണ്. നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ എവിടെ ഇത്തരം ദുരിതങ്ങളുണ്ടായാൽ അത് ഉരുൾപൊട്ടലല്ല, ഒരു തീകത്തലായിക്കോട്ടെ, വെള്ളപ്പൊക്ക മേഖലയിലായാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു യൂണിഫോമിൻ്റെ കളറാണ് ഈ ഓറഞ്ച് കളർ യൂണിഫോം. പലപ്പോഴും നമ്മൾ പോലും അറിയാതെ NDRF എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഫയർഫോഴ്സിൻ്റെ സേനാംഗങ്ങളാണ്. ഇപ്പോൾ ഇവർ കാത്തു നിൽക്കുന്ന ഒരു രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി തന്നെ ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിക്കാവുന്നതാണ്. അതായത് JCB ഉപയോഗിച്ചുകൊണ്ട് വഴി റെഡിയാക്കുകയാണ്. അതായത് ഇവിടെ ഈ മുണ്ടക്കൈ ഈ ഭാഗത്ത് 12ഓളം വീടുകളുണ്ടായിരുന്നു. പല വീടുകളും ഇപ്പോൾ ഇല്ല, 2-3 വീടുകൾ മാത്രമേ ഉള്ളൂ. ആ മേഖലയിലേക്കുള്ള രക്ഷാപ്രവർത്തനം നടത്താനുള്ള വഴി വിട്ടുവേണം. അപ്പോൾ അതിനായി കാത്തു നിൽക്കുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ്. വീണ്ടും നമുക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിലേക്ക് അവരിലേക്ക് എത്താവുന്നതാണ്. അതായത് എൻ്റെ ചുറ്റും നിൽക്കുന്ന ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പം നമ്മുടെ ഒരു സുരക്ഷാ സേനയെന്നൊക്കെ പറയാം. ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും പത്തനംതിട്ട റിപ്പോർട്ട് ചെയ്യുമ്പോൾ കിണറ്റിൽ പോയ ആളുകൾ, അതുപോലെ തന്നെ തീ കത്തുന്നത്, ആ ദൃശ്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒപ്പം സാറ് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ നിങ്ങളോട് പറയുമ്പോൾ അത് ഞങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെ രക്ഷപ്പെടുത്തുന്ന ഫയർഫോഴ്സിൻ്റെ ഒരു ദൃശ്യമുണ്ട് അല്ലേ? ഇത്രയും മേഖലയിൽ വലിയ ഒരു പ്രധാനപ്പെട്ട രക്ഷാ ദൗത്യത്തിലാണ് ഫയർഫോഴ്സ് ഏർപ്പെടുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ആദ്യം ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെ പറ്റിയ വാർത്ത പുറത്തു വന്നത് സൈന്യം രക്ഷപ്പെടുത്തുന്ന പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ നമുക്കതിൽ പരാതിയില്ല. കാര്യം ഫയർഫോഴ്സ് ഇതെന്നല്ല, ഏത് പ്രവർത്തനത്തിനായാലും ആരുടെയും കയ്യടിയോ അഭിനന്ദനങ്ങളോ മറ്റൊരു പ്രതിഫലം ആഗ്രഹിക്കുന്നതല്ല. പക്ഷെ പിന്നത്തേതിൽ ഒരുപാട് വിഷമമുണ്ടായിപ്പോയി ആ ഒരു കാര്യത്തിൽ. കാര്യം വാർത്ത അത്രമാത്രം പ്രചരിച്ചു. NDRF സൈന്യം എന്നൊരു വാർത്ത വന്നു. പിന്നീട് നിങ്ങൾ തന്നെയാണ് തിരുത്തി അത് ഫയർഫോഴ്സ് ആണെന്ന് ആക്കി തീർത്തു. അതിൽ പ്രത്യേക സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. സാറേ, പൊതുവിൽ ഇത്തരം രക്ഷാപ്രവർത്തനത്തിൽ ഫയർഫോഴ്സ് സ്വീകരിക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് പറയാമോ? ആദ്യം നമ്മൾ ആൾക്കാരെ റെസ്ക്യൂ ചെയ്യുന്നതാണ് മുൻഗണന കൊടുക്കുന്നത്. ആകപ്പെട്ട ആൾക്കാരെ റെസ്ക്യൂ ചെയ്യുന്നതാണ് മുൻഗണന കൊടുക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ ഫയർഫോഴ്സിൻ്റെ നിങ്ങളുടെ ഒരു ഉപകരണങ്ങൾ, കേരള ഫയർഫോഴ്സിൻ്റെ രീതി, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്, അക്കാര്യം കൂടെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ ആദ്യം കൽപ്പറ്റ സ്റ്റേഷൻ റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ വരുമ്പോൾ ഇവിടെ ആകെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. എന്നിട്ട് കൂടി എസ്റ്റേഷൻ ലാഡർ, അത് നമ്മുടെ വാഹനത്തിൻ്റെ മുകളിൽ ലാഡറുണ്ട്, അലുമിനിയം ലാഡറുണ്ട്. ആ എസ്റ്റേഷൻ ലാഡർ ഉപയോഗിച്ച് നമ്മുടെ ആ പുഴയുടെ ഇപ്പുറത്തെത്തി റോപ്പ് ഉപയോഗിച്ച് റോപ്പ് റെസ്ക്യൂ നടത്തി ഒത്തിരി പേര്, 600ഓളം പേരെ നമ്മൾ അന്ന് തന്നെ സുരക്ഷിതമായി എത്തിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ ഇത്തരം അപകടങ്ങളിൽ ഉപയോഗിക്കുന്നത് ആദ്യം ഈ റോപ്പ് റെസ്ക്യൂ ആണ്. നമുക്കൊരു പ്രത്യേക വിങ് ഉണ്ട്, അതിന് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉള്ള വിങ് ഉണ്ട്. പിന്നെ വെള്ളത്തിലൊക്കെ തിരച്ചിൽ നടത്താൻ വേണ്ടി സ്കൂബ വിങ് ഉണ്ട്. അതുപോലെ നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഹിറ്റാച്ചിയുടെയൊക്കെ സഹായത്താൽ നമ്മൾ നമ്മുടെ പഠിച്ച മെത്തേഡ് ഉപയോഗിച്ച് തിരച്ചിൽ മെത്തേഡുകളിലൂടെയാണ് ആളെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ആദ്യം കണ്ട ദൃശ്യങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ മായാത്ത ദൃശ്യങ്ങൾ, ആർക്കെങ്കിലും അത്തരമൊരു അനുഭവം, നിങ്ങളുടെ ഒരു അനുഭവം പറയുമോ ഇവിടെ എത്തിയപ്പോൾ? ശരിക്കും ഞങ്ങൾ എത്തിയത് ട്രിവാൻഡ്രം റീജിയനിൽ നിന്ന് 2ാമത്തെ ഷിഫ്റ്റ് ഡ്യൂട്ടിക്കാരായിട്ട് എത്തിയത്. 3 ദിവസം കഴിഞ്ഞു. നമ്മൾ ആദ്യം വന്നവർ 3 ദിവസം ഇവിടെ വർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് അവശേഷിക്കുന്നത് ശരിക്കും നിർഭാഗ്യവശം മൃതശരീരങ്ങളാണ്. ബാക്കിയെല്ലാം രക്ഷപ്പെടുത്തിയിരുന്നു. പക്ഷെ നമ്മളിപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ, ഒരു വീടിൻ്റെ ബേസ്മെൻറ്റ് മാത്രം അവശേഷിപ്പിച്ചിട്ട് അതിൻ്റെ പില്ലർ പോലും നിർത്താതെ ഒരു തുടച്ച് നീക്കിയതുപോലെ എല്ലാ വീടുകളും എങ്ങനെ മാറ്റപ്പെട്ടു എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ചില ഫോട്ടോകൾ, ഒരു ഡയറി, ഇന്ന് തന്നെ ഒരു ഡയറി അവിടെ നിന്ന് എടുത്തു, ഒരു കുട്ടിയുടെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാട്ട് എന്ന് എഴുതിയിട്ട്, പിന്നെ പാട്ട് ഓർമ്മയില്ല, അറബിയിൽ എഴുതിയിരിക്കണേ ഞാൻ ഇഷ്ടപ്പെടുന്ന പാട്ട്, പിന്നെ അങ്ങനെ കുറേ വികാരപരമായിട്ട് എഴുതിയിട്ടുള്ളത്. പിന്നെ ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ ഡയറി കിട്ടി. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമുക്ക് അതിയായ വിഷമം ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഒരു 6 വയസ്സോളം പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ മൃതശരീരം നമ്മൾ അവിടെ നിന്ന് എടുത്തു. അപ്പോൾ ശരിക്കും എൻ്റെ മോനും 6 വയസ്സ് പ്രായമാണ്. അപ്പോൾ നമുക്ക് ശരിക്കും അതൊക്കെ മനസ്സുകൊണ്ട് അതിയായ വേദനയിലും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ചെയ്യുന്നുള്ളതാണ്. ആൾക്കാരുടെ സ്വപ്നങ്ങൾ, ആൾക്കാരുടെ പ്രതീക്ഷകൾ എല്ലാം നഷ്ടമായി. ഞാൻ ഇപ്പോൾ എണ്ണയെ ചേർത്ത് പിടിച്ച് നിർത്തുന്ന ഒരു സ്കൂബ ഡൈവിങ്ങിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന ആളാണ് സാർ. നമ്മളിപ്പം ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എടുത്തു പറഞ്ഞ വിഭാഗമാണ് സ്കൂബ ഡൈവിങ്. അതിൻ്റെ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വെള്ളത്തിലേക്ക് അതിൻ്റെ പരിശീലനവും കാര്യങ്ങളും ഒന്ന് പറയും? അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ പരിശീലനം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫോർട്ട് കൊച്ചിയിലാണ് അതിൻ്റെ പരിശീലനം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതിന് നമുക്ക് സെപ്പറേറ്റ് വിങ് തന്നെയുണ്ട്. അതിന് നമ്മൾ സെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഏകദേശം 40 മിനിറ്റോളം നമുക്ക് വെള്ളത്തിനടിയിൽ ഡൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഉണ്ട്. ട്രിവാൻഡ്രത്ത് ആമയഞ്ചർ തോട്ടിൽ പോയപ്പോൾ സ്കൂബ ഡൈവിൻ്റെ ആൾക്കാർ, നിങ്ങൾ തിരുവനന്തപുരത്തുനിന്ന് അന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായിരുന്നു. അതിൻ്റെ അടിയിലേക്കില്ലേ കേരളം ഏറെ പ്രതീക്ഷയോടെ നിങ്ങൾ സ്കൂബ ഡൈവിനെ നോക്കി? കാരണം മുമ്പും അവിടെ അപകടത്തിൽപ്പെട്ട 2 പേരെ ഞങ്ങൾ രക്ഷിച്ചിട്ടുണ്ട്. അന്നൊന്നും വാർത്തയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇതെന്തോ
വന്നു. പക്ഷേ ആളെവിടെയെങ്കിലും ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മുമ്പ് രക്ഷിച്ച് ജീവനോട് രക്ഷിക്കാൻ ജീവനോട് രക്ഷിക്കാൻ പറ്റി. സമയം നമ്മൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം ചോദിച്ചു മനസ്സിലായി. ആളുകൾ പലപ്പോഴും ഇപ്പം മന്ത്രി തന്നെ പറയുന്നുണ്ട് ഈ ഡാർക്ക് ടൂറിസം വേണ്ട, അതുപോലെ തന്നെ പലപ്പോഴും വെള്ളത്തിനടിയിൽ ആൾക്കാർ പോകും, അവർക്ക് എങ്ങനെയാണ് വെള്ളത്തിനടിയിൽ പോയി കഴിഞ്ഞാൽ എത്ര മിനിറ്റിൽ രക്ഷപ്പെടുത്താൻ സാധിക്കും? നമുക്ക് മിനിമം അറിഞ്ഞൂടാത്ത ഒരാളാണെങ്കിൽ ഒരു മിനിറ്റും എടുക്കാൻ പറ്റത്തില്ല. കാരണം അവർ പെട്ടെന്ന് പാനിക്കാവും, വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ താഴുകയാണ് ചെയ്യുന്നത്. കഴിവതും വെള്ളത്തിൽ ഇറങ്ങാതിരിക്കും. അറിഞ്ഞൂടാത്ത ഒരാൾ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഈ അറിഞ്ഞൂടാത്ത ഈ പ്രദേശങ്ങളിൽ പോയി ഇപ്പം നമുക്ക് ഇവിടെ തന്നെയാണ് നമ്മൾ അറിയാത്ത ഒരു പ്രദേശമാണ്, വന്നു കഴിഞ്ഞാൽ പോലും ചെളിയുണ്ട്. അറിഞ്ഞൂടാത്ത ഒരാളാണ് ഇറങ്ങുന്നതെങ്കിൽ അതിൽ പുതയും. അതേ കണക്ക് തന്നെയാണ് വെള്ളത്തിലും. തീർച്ചയായിട്ടും അങ്ങനെ ഇപ്പം നമ്മളെ കൈപിടിച്ച് നിർത്തുന്ന ഈ ആളുകൾ കേരളത്തെ ഷമി നമ്മളെ ഇപ്പം എന്നെ കൈപിടിച്ച് നിർത്തുന്ന ഈ ആളുകൾ കേരളത്തെ ആകെ രക്ഷിക്കുന്ന കരങ്ങളാണ്. വിശ്വസിച്ച് എനിക്ക് ഞാൻ പിടിച്ചു നിൽക്കുകയാണ്. കാരണം ഇവരങ്ങനെയുള്ളവരാണ്. നമ്മളെ ആപത്ത് ഘട്ടങ്ങളിൽ രക്ഷിക്കുന്ന നമ്മുടെ സ്വന്തം സേനയാണ്.